കോവിഡ് കാലത്ത് ദേവാലയങ്ങൾ അടച്ചിട്ടത് ആളുകളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചുവെന്ന് വ്യക്തമാക്കുന്ന സർവേ റിപ്പോർട്ട് പുറത്ത്. 1000-ഓളം വരുന്ന UK-യിലെ കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിൽ കാത്തലിക് യൂണിയൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടനാണ് സർവേ നടത്തിയത്. 3-ൽ 2 കത്തോലിക്കരും 62% ആളുകളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതുമൂലം കോവിഡ് കാലത്ത് മാനസിക ആത്മീയ സംഘർഷം അനുഭവിച്ചതായി വെളിപ്പെടുത്തി. തങ്ങൾക്ക് ഡിപ്രഷൻ അടക്കം അനുഭവപ്പെട്ടതായും തങ്ങളുടെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗം നഷ്ടമായെന്ന് തോന്നലുണ്ടായെന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദേവാലയങ്ങൾ ആശുപത്രികൾ പോലെ അത്യാവശ്യ വിഭാഗത്തിൽപ്പെട്ടതുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് സർവേയിൽ പങ്കെടുത്ത 90% പേരും പറഞ്ഞു. ദേവാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്തപ്പോൾ വിശ്വാസികളുടെ ഭാഗം രാഷ്ട്രീയക്കാർ കണക്കിലെടുത്തില്ല എന്ന അഭിപ്രായമാണ് 93% പേർക്കുമുള്ളത്. ഒരു ബിഷപ്പിനെ കൂടി തടവിലാക്കി നിക്കരാഗ്വൻ സ്ലേച്ഛാധിപത്യ ഭരണകൂടം. ഡിസംബർ 20-നാണ് നിക്കരാഗ്വൻ പോലീസ് സിയൂനയിലെ ബിഷപ്പ് ഇസിഡോറ ഡെൽ കാർമെൻ മോറ ഒർട്ടേഗയെ അറസ്റ്റ് ചെയ്തത്. പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും നേതൃത്വത്തിലുള്ള സ്ലേച്ഛാധിപത്യ ഭരണകൂടം അറസ്റ്റ് ചെയ്ത 2ാമത്തെ ബിഷപ്പാണ് ഇദ്ദേഹം. 2022 ആഗസ്റ്റിൽ വീട്ടുതടങ്കലിലാക്കപ്പെടുകയും അന്യായമായി 26 വർഷവും 4 മാസവും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ബിഷപ്പ് റൊളണ്ടോ അൾവേരസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബിഷപ്പ് ഇസിഡോറോ ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ്. ക്രിസ്മസിനായി ഒരുങ്ങുന്ന ആഗമനകാലം പ്രാർത്ഥനയും പ്രായശ്ചിത്തവും കാരുണ്യപ്രവർത്തികളുമായി യേശുവിലേക്ക് വളരാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെയാണ് യേശുവുമായുള്ള കണ്ടുമുട്ടലിനായി ഈ ആഗമനകാലത്ത് ഒരുങ്ങാൻ പരിശുദ്ധ പിതാവ് ഏവരെയും ക്ഷണിച്ചത്. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും കാരുണ്യപ്രവർത്തികളുമായി നമുക്കായി വരുന്ന കർത്താവിനെ കണ്ടുമുട്ടാനായി ആരാധനക്രമപ്രകാരമുള്ള ആഗമനകാലം നമ്മെ ക്ഷണിക്കുന്നു. ശ്രദ്ധാപൂർവമുള്ള ദൈവവചന ശ്രവണത്തിലൂടെയും ദൈവകൃപയോട് ഉദാരമായി പ്രതികരിച്ചും യേശുവിന്റെ ജനനം ആഘോഷിക്കാനായി നമുക്ക് ഒരുങ്ങാമെന്നും പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി. 70-ാം വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച മുൻ റെസ്ലിംഗ് താരമായ ഹൾക്ക് ഹോഗന്റെ വാർത്തകൾ ശ്രദ്ധേയമാകുന്നു. സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പിലൂടെയാണ് ജീവിതത്തിലെ ഏറ്റവും പുതിയ മാറ്റത്തെക്കുറിച്ച് ഹൾക്ക് ഹോഗൻ പങ്കുവച്ചത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദിനം, യേശുക്രിസ്തുവിന് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുന്നുവെന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ച് ഹൾക്ക് കുറിക്കുന്നത്. ആശങ്കകളില്ല, വിദ്വേഷമില്ല, മുൻധാരണകളില്ല, സ്നേഹം മാത്രമെന്നും കുറിപ്പിൽ ഹോഗൻ വിശദമാക്കുന്നു. ഹൾക്ക് ഹോഗന്റെ ഭാര്യ സ്കൈ ഡെയ്ലി ഹോഗനും താരത്തിനൊപ്പം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഫ്ലോറിഡയിലെ ഇന്ത്യൻ റോക്സ് ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. സീറോ മലബാർ സഭ ഹൈരാർക്കിയുടെ സ്ഥാപന ശതാബ്ദി അഭിമാനകരമായ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയാണെന്ന് സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ. ശതാബ്ദി വർഷ സമാപനത്തിന്റെ ഭാഗമായി സഭാ കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന കൃതജ്ഞതാ ബലിക്ക് ആമുഖ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. 1923 ഡിസംബർ 21-ന് റൊമാനി പൊന്തിഫിച്ചസ് എന്ന തിരുവെഴുത്തു വഴി പരിശുദ്ധ പിതാവ് 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചത്. എറണാകുളത്തെ അതിരൂപത പദവിയിലേക്ക് ഉയർത്തുകയും തൃശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നിവയെ സമാന്തര രൂപതകളായി നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ട് റോമ മാർപ്പാപ്പ എടുത്ത ഈ തീരുമാനത്തെ തുടർന്ന് സഭയുടെ നാളിതുവരെയുള്ള വളർച്ച അത്ഭുതാവഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.